ഒന്ന്, കോസ്റ്റിൻ്റെ മുകളിൽ പ്രൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. രണ്ട്, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു പാഷനുള്ള ആൾ അവിടെ ഉണ്ടാവുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ല നിലയിലേക്ക് വരും. മൂന്നാമത്തെ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, എന്തിനാണ് ഈ പൈസ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു രണ്ട് സൈഡുണ്ട്. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യുവാണ് എങ്കിൽ ഏൺ ചെയ്തത് റൈറ്റ്ഫുള്ളായ രീതിയിലാണ്. അത് റീഇൻവെസ്റ്റ് ചെയ്യുന്നതും സൊസൈറ്റിയുടെ വെൽഫെയറിനാണ് എങ്കിൽ അത് എത്ര ഗ്രോ ചെയ്താലും ഗ്രോ ചെയ്തോട്ടെ. നേരെ മറിച്ച് അത് പേഴ്സണൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വലിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് സൊസൈറ്റി കൺസിഡർ ചെയ്യാലല്ലോ. കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ആ പ്രോഫിറ്റ് ഒരു പീരീഡിൽ വരും, കുറച്ച് കഴിയുമ്പം ആ പ്രോഫിറ്റ് ഡ്രെയിൻ ഔട്ട് ആവുന്നതാണ്. ഇപ്പോഴത്തെ കണക്ക് തന്നെ അനുസരിച്ചിട്ട് 3rd ജനറേഷനിൽ 30% മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്.